ഇംഗ്ലീഷിലൊരു ഹല്ലേലൂയ പറയാം, ഇബ്രായ ഭാഷയിലൊരു ഹല്ലേലൂയ പറയാം, മലയാളത്തിലൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ! കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 21 ഡേയ്സ് ഉപവാസ പ്രാർത്ഥനയുടെ 13ാമത്തെ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ, പ്രത്യേകിച്ച് ജിജി പാസ്റ്റർ, അതുപോലെ ഷിബു പാസ്റ്റർ, പ്രത്യേകിച്ച് ആൽബിൻ പാസ്റ്ററോട് ചേർന്ന് ആദ്യമായിട്ട് ഒരുമിച്ചൊരു കൂട്ടായ്മ ദൈവം ഒരുക്കിയല്ലോ. പ്രിയ കർത്താവിൻ്റെ ദാസൻ, ആമേൻ. അതുപോലെ മധു പാസ്റ്റർ, ബാക്കി എല്ലാ സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ജോമോനച്ചാൻ, എല്ലാവരെയും ഓർത്ത് പ്രിയാങ്കൾ, ദൈവം എല്ലാവരെയും ഓർത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്തൃനാമത്തിൽ എല്ലാവർക്കും ഗുജറാത്ത് ബറോഡയിൽ നിന്നുള്ള സന്ധ്യാവന്ദനം. ഇവിടെ നിന്നുകൊണ്ട് ഗുജറാത്തിലെ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ബ്രദറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രി നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു. 17-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്ന എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകമായിട്ട് നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തിൽ നിന്ന് ദൈവാത്മനിയോഗത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെട്ടു വന്ന ദൈവവചനങ്ങളും അതോടൊപ്പം തന്നെ കർത്താവിലൂടെ വെളിപ്പെട്ട ദൈവീക ശുശ്രൂഷകൾ നമ്മൾ അല്പസമയം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഇവിടെ 1-ാമത്തെ വാക്യം, അവൻ മലയിൽ നിന്ന്, ഒന്നുകൂടെ വായിച്ചാട്ടെ. ആദ്യത്തെ വാക്യം, അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ. മതി. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ. യേശു ഒരു മലയിൽ നിന്ന് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഒരു വചന ഘോഷണം കഴിഞ്ഞ് ഇറങ്ങി വന്നു എന്നാണ് നാം കാണുന്നത്. അങ്ങനെയെങ്കിൽ കയറിപ്പോയത് നമുക്കറിയണമല്ലോ, കയറിയാലല്ലോ ഇറങ്ങിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. 5-ാം അധ്യായം 1-ാം വാക്യം, അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. ഇന്ന് രാത്രിയിലെ ആരംഭ വിഷയം, ചിന്താവിഷയം, യേശു പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. 4-ാം അധ്യായം 23-ാമത്തെ വാക്യം നോക്കാം. യേശു ഗലീല പട്ടണങ്ങളിലെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ചുറ്റി നടന്ന് സുവിശേഷം പ്രസംഗിച്ചു. ഈ പുരുഷാരത്തെ കണ്ടാറെന്ന് പറഞ്ഞപ്പോൾ ഈ പുരുഷാരമാരാണെന്ന് നോക്കാം. 4:23. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ ശ്രുതി സുറിയയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അടുത്തത്, അവൻ അവരെ സൗഖ്യമാക്കി. ഗലീല, ദെക്കപ്പൊലി, യെരൂശലേം, യെഹൂദ്യ, യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം. ഈ പറയപ്പെട്ട ഗലീല, ദെക്കപ്പൊലി, യെരൂശലേം, യഹൂദ്യ, യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നാം വായിച്ച വേദഭാഗത്തിന്റെ പശ്ചാത്തലം. ഈ ഭാഗത്ത് ഞാൻ അധികമായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ കർത്താവിനെ പിന്തുടർന്ന, കർത്താവിനെ അനുധാവനം ചെയ്ത, കർത്താവിനെ ഫോളോ ചെയ്ത, കർത്താവിനെ വിവിധ ഉദ്ദേശത്തോടെ അനുഗമിച്ച പുരുഷാരത്തെ കണ്ടാറെ. ഒരു ഗ്രാമത്തിലെയോ ഒരു പട്ടണത്തിലെയോ അല്ല, അനേക പട്ടണങ്ങളിൽ നിന്ന്
അനേക ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാർ യേശുവിന്റെ അടുക്കലേക്ക് വന്നു, അവനെ പിന്തുടർന്നു. ഈ പുരുഷാരത്തെ എല്ലാം കർത്താവ് കണ്ടപ്പോൾ അവരെ പലർക്കും സൗഖ്യം കൊടുത്തു, നാനാവ്യാധികൾ വരെ വിടുവിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി. പക്ഷേ കർത്താവിനൊരു കാര്യം മനസ്സിലായി, ഇവരെന്നെ പിന്തുടരുന്നു, നിത്യജീവന്റെ മൊഴികൾ ഇവർക്ക് പകരേണ്ടതുണ്ട്. കേവലം രോഗസൗഖ്യം മാത്രമല്ല, കേവലം ഭൂതശാന്തി മാത്രമല്ല, ദൈവവചനത്തിന്റെ the kingdom rules, ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ, ദൈവരാജ്യത്തിന്റെ ഭരണഘടന, ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ, the principles of the kingdom of God, ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ കർത്താവ് അവരോട് പറയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതിൽ ആദ്യ ഭാഗം ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയപ്പെടുന്ന ധന്യവചനങ്ങൾ അഥവാ ബ്ലെസ്സഡ് വേഴ്സസ് ആണ്, അനുഗ്രഹീത വചനങ്ങളാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഭാഗ്യകരമായ വർണ്ണനകളൊക്കെ ആദ്യ ഭാഗത്ത് കാണുന്നു. അപ്പോൾ കർത്താവ് തൻ്റെ അടുക്കൽ വന്നവരെ കണ്ടിട്ട് മലമേൽ കയറി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അങ്ങനെയെങ്കിൽ ആ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന കർത്താവിന്റെ ശുശ്രൂഷകളെ ഒന്ന് ചിന്തിക്കുന്നതിന് മുമ്പ്, ഈ നാളുകളിൽ ദൈവത്തിന്റെ ജനം കർത്താവായ യേശുവിനെ പോലെ ഒന്ന് വേറിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർന്ന ഒരു തലത്തിലേക്ക്, ഉയർന്ന ഒരു മണ്ഡലത്തിലേക്ക് കയറി ചെല്ലേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവരെ കണ്ടിട്ട് ഉയർന്ന ഒരു മലയിലേക്ക് കയറി. ഏത് മലയാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. കബർനൂമിന്റെ അടുത്തുള്ള ഒരു മലയാണെന്നൊക്കെ നമുക്ക് വേദപണ്ഡിതന്മാരിൽ കാണാൻ കഴിയുന്നു. അതൊന്നും ഞാൻ വിശദീകരിക്കുവാനായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ടൊന്നും പറയുവാനായിട്ട് പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യേശു മലയിൽ കയറി. അങ്ങനെയെങ്കിൽ ചില ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് നമുക്ക് കയറേണ്ടത് ആവശ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന്, നിന്റെ മകനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് ചെല്ലുക. അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ശ്രദ്ധിക്കണമേ, അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. ഒരു ഭയങ്കര പരീക്ഷണമാണ്. ഭക്തനായ വിശ്വാസവീരനായ ദൈവവാക്ക് അനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ട, വിശ്വാസത്താൽ ദൈവത്താൽ നയിക്കപ്പെടുന്ന, വാഗ്ദത്തങ്ങളുള്ള, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരികളെ പോലെ തലമുറകളെ നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം, വാഗ്ദത്തം പൊട്ടിപ്പുറപ്പെടേണ്ട, വാഗ്ദത്തം മൾട്ടിപ്ലൈ ആകേണ്ട, വാഗ്ദത്തം പെരുകി വരേണ്ട ആ സന്തതി, സ്തോത്രം, ദാറ്റ് ഈസ് ഐസക്. ആ ഇസഹാക്ക്, അവനെ കുറിച്ച് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട്, പകരം വെക്കാൻ വീട്ടിൽ വേറെ ആളുണ്ട്, പക്ഷേ ദൈവം ഇസഹാക്കിനെ അർപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പകരക്കാരെ തിരയുകയല്ല, നിന്നെ ദൈവം ഈ തലമുറയിൽ കണ്ടിരിക്കുന്നു, നമ്മെ കണ്ടിരിക്കുന്നു, എന്നെ കണ്ടിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഒരു ഇസഹാക്കിനെ പോലെ ദൗത്യം ഏറ്റെടുക്കുവാൻ, അബ്രഹാമിനെ പോലെ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ the blessings will follow us. വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നമ്മളെ പിന്തുടരും. തലമുറയായി നിൽക്കുന്ന ഇന്ന് രാത്രി ആലയത്തിൽ ഉപവാസത്തിന്റെ 13-ാമത്തെ രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവശബ്ദം കേൾക്കുമ്പോൾ തലമുറകളിലേക്ക് ഒഴുകി ചെല്ലുന്ന, ആർക്കും പറിച്ചു മാറ്റുവാൻ കഴിയാത്ത, ആർക്കും മാറ്റി നിർത്തുവാൻ കഴിയാത്ത വിധത്തിലുള്ള വാഗ്ദത്തങ്ങളുടെ ആത്മനദി, ആത്മപ്രവാഹം ഇന്ന് പകൽക്കാലം ഇവിടെ പൊട്ടിപ്പുറപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു പരീക്ഷണം, നീ സ്നേഹിക്കുന്നതിനെ നിന്റെ ഏകജാതനായവനെ മോറിയ ദേശത്തേക്ക് ചെന്ന്, മോറിയ ദേശത്ത് ഒത്തിരി മലകളുണ്ട്, പക്ഷെ ഞാൻ നിന്നെ കാണിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. ദൈവത്തിന് അർപ്പിക്കുന്നതാണ് ദൈവത്തിന് കൊടുക്കുന്ന വിഷയമാണ് അബ്രഹാമിനോട് ദൈവം ആഗ്രഹിക്കുന്നത്.
എന്തെങ്കിലും സാധനങ്ങളോ വസ്തുക്കളോ കൃഷി ഫലങ്ങളോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നുമല്ല. ആടോ മാടോ തൻ്റെ കുടുംബത്തിൽ, തൻ്റെ വീട്ടിൽ, തൻ്റെ കൂടാരത്തിലെ ചുറ്റുവട്ടങ്ങളിലായി ആയിരക്കണക്കിന് ആടുമാടുകളുണ്ട്. അതൊന്നുമല്ല ദൈവം ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ എനിക്ക് ഹോമയാഗം അർപ്പിക്കുക. യാഗം കഴിക്കുന്ന അബ്രഹാമിന്, ദൈവത്തിന് വേണ്ടി ആരാധന നടത്തുന്ന അബ്രഹാമിന് അറിയാം ദൈവം യാഗത്തിൽ, ആരാധനയിൽ പ്രസാദിക്കുന്നു. അവനെയും കൂട്ടിക്കൊണ്ട് അബ്രഹാം പുറപ്പെടുകയാണ്. ആ മലയിലേക്ക് പോവുകയാണ്. ഒരു ആരവാരം, ഒരു സമൂഹം കൂടെയുണ്ട്. അബ്രഹാം ഒരു ധനവാനായ മനുഷ്യനായിരുന്നു. അബ്രഹാം ഒരു ദൈവഭക്തനായിരുന്നു. അബ്രഹാം തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് ഏകദേശം ടീനേജ് പ്രായമുള്ള 13, 14, 15 ഒക്കെ പ്രായം ഏകദേശം ഉണ്ടായിരിക്കുന്ന ആ ഇസഹാക്ക് എന്ന ബാലകനെയും കൂട്ടി അബ്രഹാം പുറപ്പെടുമ്പോൾ തന്നോടൊപ്പം പുറപ്പെടുവാൻ കുറെ ആൾക്കാരോട് ഉണ്ടായിരുന്നു. അങ്ങനെ അബ്രഹാം അവരുമായിട്ട്, ആ ദാസന്മാരുമായി, ആഹാര സാമഗ്രികളുമായി അബ്രഹാം പുറപ്പെട്ടു. ദൈവം കാണിച്ച മലയുടെ അടിവാരത്തിലെത്തിയപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനും മകനും കൂടെ പോയി ആ മലയിൽ പോയി യാഗം കഴിച്ച് ഞങ്ങൾ മടങ്ങി വരാം. ദൈവ പൈതലിൻ്റെ, ദൈവവിശ്വാസമുള്ളവരുടെ വാക്കുകളിൽ അധികാരമുണ്ട്, പ്രത്യാശയുണ്ട്. ആമേ ഗ്രേഷ്യസ്, ആമേ കൃപയോടുള്ള വാക്കുകളായിരിക്കാം. അബ്രഹാം പറഞ്ഞു, ദൈവം പറഞ്ഞിട്ട് മകനെ യാഗം കഴിക്കാനാ, മകനുമായിട്ടാ പോകുന്നത്. പക്ഷേ വിശ്വാസത്തിന്റെ വാക്കാണ് അവിടെ ഉരുവിട്ടത്, ഞങ്ങൾ മടങ്ങി വരാം, നിങ്ങൾ അതുവരെ ഇവിടെ നിൽപ്പീൻ. ഹല്ലേലൂയ. അപ്പനും മോനും കൂടെ ഒരുമിച്ച് നടക്കുന്നു. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കൂടെ ഒരുമിച്ച് നടക്കുന്നു. പിതാവും മകനുമായിട്ട് ഒരുമിച്ച് നടക്കുന്ന ഒരു ശ്രേഷ്ഠമായ അനുഭവം നമുക്കിവിടെ കാണാൻ കഴിയും. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് വേഗത്തിൽ മടങ്ങി വരട്ടെ. പോകുന്ന വഴിക്ക് മല കയറുമ്പോൾ മകൻ വാഗ്ദത്ത സന്ത് ചോദിക്കുന്ന, അപ്പാ വിറകും കത്തിയൊക്കെ ഉണ്ട്, ആടില്ല, യാഗമൃഗമില്ല. അപ്പോഴും പറയുന്നു, മകനെ യഹോവ. ആ മകനെ ആ കുന്നിൻ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യാഗപീഠം പണിത് ഈ ഉപവാസത്തിൽ നീ എന്തൊക്കെയാണോ ദൈവം മുമ്പാകെ ഒരുക്കി കൂട്ടി വെക്കുന്നത്, ഏതൊക്കെയാണോ പിറക്കി വെക്കുന്നത്, എവിടെയാണോ നീ ശുദ്ധീകരണം നടത്തുന്നത്, അതൊക്കെ ദൈവം ഉയരത്തിൽ നിന്ന് ശ്രദ്ധിക്കുകയാണ്. യാഗപീഠത്തെ ശ്രദ്ധിക്കുകയാണ്, യാഗവസ്തുവിനെ ശ്രദ്ധിക്കുകയാണ്. നീ പറയുന്നതും പ്രവർത്തിക്കുന്നതും ദൈവം ശ്രദ്ധിക്കുകയാണ്. മറ്റൊന്നുമില്ലാത്തത് കൊണ്ട് എൻ്റെ മകനെ ആമേൻ അവൻ യാഗവസ്തുവായി അർപ്പിച്ചു. ആ മകനെ ദൈവത്തിനു വേണ്ടി മനസ്സാൽ കൊടുത്തു. അവിടെ ഒരു യാഗം നടക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ മുഖം മറച്ചു കാണും. മകന്റെ മുഖമോ അല്ലെങ്കിൽ അവന്റെ മുഖം മൂടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെങ്കിലും ആയിക്കൊള്ളട്ടെ, പിതാവിന്റെ മുഖം തിരിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ കൊന്നുകളയാൻ നോക്കുമ്പോൾ അബ്രഹാമേ ബാലന്റെ മേൽ നീ ബാലനെ, നിന്റെ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു, നീ ദൈവത്തെ അംഗീകരിക്കുന്നു, നീ ദൈവത്തെ അനുസരിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ എന്തിനാ അത് പറയുന്നത്? മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു കരുതൽ കണ്ടു. തൻ്റെ മകനെ ദൈവത്തിന് യാഗമായി അർപ്പിച്ചപ്പോൾ, തൻ്റെ മകനു പകരമായി ഹൃദയംഗമായി അർപ്പിച്ചപ്പോൾ, അപ്പുറത്ത് കൊമ്പ് കാട്ടിൽ കുടുങ്ങിയ ഒരാട്ടിൻകുട്ടിയെ ദൈവം കരുതിയിരുന്നു. നിന്റെ കണ്ണുകൾക്ക് അഗോചരമായത്, നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ അഗോചരമായത്, നിന്റെ ചിന്തകൾക്ക് അതീതമായ ചിലത് ദൈവം എവിടെയോ നിനക്കായി കരുതി വെച്ചിട്ടുണ്ട്. അത് വെളിപ്പെടണമെങ്കിൽ, അത് നിന്റെ ജീവിതത്തിൽ കൺമുമ്പിൽ കാണണമെങ്കിൽ, അത് നീ കൈകൊണ്ട് ഏറ്റെടുക്കണമെങ്കിൽ ദൈവവാക്ക് അനുസരിക്കൂ, ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കൂ. ആ വാഗ്ദത്തം നീ അനുഭവിപ്പാൻ കാരണമായി തീരട്ടെ. അബ്രഹാം ആട്ടിൻകുട്ടിയെ എടുത്ത് തന്റെ മകനു പകരമായി യാഗം കഴിച്ചു. ഞാൻ ആ ഭാഗത്ത് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു. ആ മല കയറിയപ്പോൾ മനസ്സിലാകാത്തൊരു കാര്യം, ഒരു ദൈവീക നാമം വെളിപ്പെട്ടു, ദൈവീക കരുതൽ വെളിപ്പെട്ടു. ദൈവം കൽപ്പിച്ചെടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ, ദൈവം കൽപ്പിച്ചെടുത്തേക്കൊന്ന് നടന്നു കയറുമ്പോൾ, നിന്റെ ജീവിതത്തിൽ പുതിയൊരു നാമം കൂടെ വെളിപ്പെടുത്തുകയാണ്. കരുതുന്ന ദൈവം.
തലമുറയെ കരുതുന്ന ദൈവം, നിന്റെ ഭാവിയെ കരുതുന്ന ദൈവം, നിന്റെ വാഗ്ദത്തങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ദൈവം, അത് പൂർണ്ണമായി നിറവേറ്റാൻ വ്യഗ്രതയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പനും മകനും കൂടെ സന്തോഷിച്ചു മടങ്ങി വന്നു. മലയിൽ കയറിയ ഒരു പിതാവിൻ്റെയും കുഞ്ഞിൻ്റെയും അനുഗ്രഹമാണിത് കണ്ടത്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. ആമേൻ. 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സ് 1. മോശെ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായി യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ, നോക്കണമേ, ദൈവത്തിന്റെ പർവ്വതമായ അമ്മായപ്പന്റെ ആടുകളെ മേയിക്കുന്നത്. പക്ഷേ ആരുടെ ആടുകളെ മേയിച്ചെന്ന് വന്നാലും അവൻ യാദൃച്ഛിക ദൈവത്തിന്റെ പർവ്വതത്തിന്റെ സമീപമെത്തി. മാനുഷിക ബന്ധങ്ങൾക്ക് അതീതമായി ദൈവിക സംസർഗത്തിലേക്ക് അചാനക്ക് യാദൃച്ഛികമായിട്ട് ഇവിടെ മോശ എത്തുകയാണ്. ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് നീ എത്തിയാൽ പിന്നെ നിന്റെ കൺട്രോൾ അല്ല, ദൈവത്തിന്റെ കൺട്രോളാണ്. ദൈവ സാന്നിധ്യത്തിൽ നീ ആയാൽ, ദൈവ സാമീപ്യത്തിൽ നീ ആയാൽ പിന്നെ നിയന്ത്രിക്കുന്നത് പാസ്റ്റർമാരോ വിശ്വാസികളോ അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവിക ഗവൺമെന്റ്, ദൈവിക ആധിപത്യം, ദൈവികമായ നടത്തിപ്പ് നിന്റെ മേൽ വെളിപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവാസന്മാരൊന്നും വേണ്ടത്. നമ്മളെല്ലാം ദൈവം ഉപയോഗിക്കും, പക്ഷെ അത് ദൈവ നിയോഗപ്രകാരമായിരിക്കണം, ആത്മനടത്തിപ്പും പ്രകാരമായിരിക്കണം, ദൈവഹിതപ്രകാരമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോശ ആടുകളെ മേച്ച് മുന്നോട്ട് പോയി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശുശ്രൂഷിച്ച് അവയുടെ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ്, അവിടെ ഒരു എൻകൗണ്ടർ ഉണ്ടായി. ജീവിതം മാറ്റിമറിക്കുന്ന, അടുത്ത വർഷങ്ങളെ, അടുത്ത കാലഘട്ടത്തെ തിരിച്ചുവിടുന്ന ഒരു വലിയ ദർശനമാണ് അവിടെ ഉണ്ടായത്. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ എത്തി. വായിച്ചാട്ടെ. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. ഇന്ന് പകൽക്കാലവും നാം കേട്ടു, അഗ്നിജ്വാലയിൽ സാറാബുകൾ ആരാധിക്കുമ്പോൾ ഒരു യേശയ്യാവിന് നിയോഗമുണ്ടായത്. ആമേൻ. യേശയ്യാവ് ദൈവ വിളി കേട്ട് ദൈവിക കമ്മീഷൻ ഏറ്റെടുത്ത്, നിയോഗം ഏറ്റെടുത്ത് പുറപ്പെടുന്ന നമ്മൾ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് വന്നപ്പോൾ അഗ്നിജ്വാല വെളിപ്പെട്ടു, ദൈവ തേജസ് വെളിപ്പെട്ടു, ദൈവദൂതൻ അവിടെ ഇറങ്ങി. ഇന്ന് രാത്രി കാലം നാം ദൈവിക സന്നിധിയിലേക്ക് ഒരു ചൂടുകൂടെ മുന്നോട്ട് വെക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, നാം പ്രാരംഭത്തിൽ പാടിയതുപോലെ അല്പകാലമേ ഉള്ളൂ ദൈവമക്കളെ. ഇനിയെങ്കിലും നാം ദൈവത്തോടൊന്ന് അടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ? പ്രൈസ് ദി ലോർഡ്. മോശ ആ ദൈവത്തിന്റെ പർവ്വതത്തിന്റെ മുകളിലേക്ക് എത്തിയപ്പോൾ ഒരു ദർശനമുണ്ടായി. ഒരു ദൂതൻ ഇറങ്ങി വരുന്നു. ആ കാഴ്ച ഇതാണ്. മുൾപടർപ്പ് തീ കൊണ്ട് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ വെന്തു പോകുന്നില്ല. അവിടെ ആടുകളുടെ ശബ്ദം മാത്രം കേട്ടും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആരവവും ശബ്ദധ്വനികളും കേട്ടു മാത്രം ഇടയ ശുശ്രൂഷ ചെയ്തിരുന്ന മോശ ആദ്യമായിട്ട് ദൈവ ശബ്ദം കേട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവ ശബ്ദം കേട്ടു. വായിച്ചോട്ടാ ഭാഗം. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്ത് എന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ. അവൻ നോക്കുവാൻ അടുത്തു വരുന്നത്, നീ ആലയത്തിലേക്ക് ഒന്ന് കയറി വരുന്നത് ദൈവം കണ്ട് സന്തോഷിക്കുക. നീ ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവസന്നിധിയിലേക്കൊന്ന് അടുത്തു വരുന്നത്, ബദ്ധപ്പാടുകളൊക്കെ ഇട്ട്, ജോലിയും വീട്ടിലെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട്, ആ കൃഷിയും ആടുമാടുകളെ നോക്കുന്ന ആ ഡ്യൂട്ടിയൊക്കെ ഒന്ന് വിട്ടിട്ട് ദൈവത്തോട് അടുത്തു വരുന്നത്, ദൈവം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ദൈവം കണ്ടുകൊണ്ടിരിക്കുക.
ദൈവം അത് കണ്ടപ്പോൾ ദൈവത്തിന് ഈ മനുഷ്യനോട് സംസാരിക്കാൻ തോന്നി. വായിച്ചാട്ടെ. ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു, പേര് ചൊല്ലി വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ആ പർവ്വതത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ ചുറ്റിക്കറങ്ങിയതുപോലെ ആ നാട്ടുപ്രദേശത്തും കാട്ടുപ്രദേശത്തും നീ ചുറ്റിക്കറങ്ങിയതുപോലെ ദൈവാലയത്തിലേക്ക് വരരുത്, ദൈവ സാന്നിധ്യത്തിലേക്ക് വരരുത്. നീ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്ത് വരുമ്പോൾ അശുദ്ധമായതിനെ മാറ്റിക്കളയുക. സ്തോത്രം. ഈ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് മോശെ അത് ചെയ്തു. മോശെ അനുസരിച്ചു. അപ്പോൾ ഒരു ദൗത്യമാ മോശയ്ക്കുണ്ടായത്. ആ ഹോരേബ് ദൈവത്തിന്റെ പർവ്വതത്തിൽ നിന്ന് ദൈവം പറയുന്നത്, ഇനി ആ ഭാഗം വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടട്ടെ. ദൈവം ഇങ്ങനെയാണ് മോശയോട് പറഞ്ഞത്, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞു. ലക്ഷോപലക്ഷം ദൈവത്തിന്റെ അവകാശമായ ദൈവജനത്തിന്റെ നിലവിളി കേട്ട്, ദൈവജനത്തിന്റെ സങ്കടങ്ങൾ അറിഞ്ഞ്, ദൈവജനത്തിന്റെ കഷ്ടത അറിഞ്ഞ്, അയ്യം വിളിയും നിലവിളിയും കരച്ചിലും ഞരക്കവും കണ്ടിട്ട് ആ നിലവിളി സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ ദൈവം ഒരുത്തനെ നിയോഗിക്കുകയാണ്. ഈ നിയോഗം ഈ ഉപവാസത്തിന്റെ 13ാമത്തെ രാത്രി നമ്മുടെ മേൽ വരട്ടെ. ഈ തിരുവനന്തപുരം പട്ടണത്തിന് വേണ്ടി, കേരളക്കരയ്ക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ലോക രാജ്യങ്ങളിലേക്ക് ഒരു നിയോഗം വെളിപ്പെട്ടു വരട്ടെ. ചിലരുടെ സങ്കടങ്ങൾ കണ്ടിട്ട്, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടിട്ട് ദൈവം പറയാ, ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. അറിയുന്ന ദൈവം അറിഞ്ഞിട്ട് നിർവിചാരകനായിട്ട് ഇരിക്കുകയല്ല. സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് കേട്ടെങ്കിൽ ഈ ഭൂമിയിൽ തന്റെ കാര്യപരിപാടി നടത്തുന്ന ദൈവമാണ്. PMGയിലും ഇവിടെയും ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ കാര്യ പ്രവൃത്തി ദൈവം ചെയ്യുന്ന ദൈവമാ. അറിഞ്ഞു മാറിയിരിക്കുകയല്ല, കർത്താവ് അവിടെ ഒരുത്തിനെ തെരഞ്ഞെടുക്കുകയാണ്. ഇന്ന് രാത്രി കാലം ദൈവിക നിയോഗങ്ങൾ ഏറ്റെടുത്താട്ടെ. അങ്ങനെയാണ് അടുത്ത 80 വർഷം മോശയുടെ മിനിസ്ട്രി. ഹല്ലേലൂയ. ഇനി ഒരിക്കലും ഞാൻ ഈ സ്ഥലത്തോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആമേ പ്രാണഭയത്തിലും പറവാനുള്ള ഭയം കൊണ്ട് ഓടിപ്പോയതാ, കൊട്ടാരം വിട്ട് ഓടിപ്പോയതാ. അതേ സ്ഥലത്തേക്ക് മോശെ ദൈവം നിയോഗിച്ച്, ദൈവത്തിന്റെ വടിയും കയ്യിൽ കൊടുത്ത് ദൈവനിയോഗത്തോടെ മടക്കി അയക്കുന്ന ഒരു നിയോഗം ആ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ വെളിപ്പെട്ടു. നീ ദൈവത്തോടൊന്ന് അടുത്ത് വന്നേ. ഭയപ്പെടുന്ന പലതിനെയും ദൈവം മാറ്റും. നിന്നിലൂടെ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അനേകരുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. സമയമില്ല, 3ാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. മത്തായി 17-ാം അധ്യായം. പഴയ നിയമത്തിലെ 2 ഇൻസിഡന്റ്, ഒന്നുകൂടെ നോക്കിയിട്ട് പുതിയ നിയമത്തിലേക്ക് വരുന്നതിന് മുമ്പ് 1 രാജാക്കന്മാർ 18-ാം അധ്യായം, 1 Kings 18:20 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളയച്ച്, രാജാവ് എല്ലാ ഇസ്രായേൽ മക്കളുടെ മേലും ആളയച്ച് കർമ്മേൽ പർവ്വതത്തിൽ, അടുത്ത പർവ്വതം കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. ആ പ്രവാചകന്മാരെല്ലാം കൂട്ടിവരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും, ഏലിയാവ് അടുത്ത് ചെന്ന് ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവ് ആഹാബ് പലരെയും കൂട്ടിവരുത്തി. ദൈവത്തിന്റെ പ്രവാചകൻ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരു ദൂതുണ്ട്. നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വെക്കും? നിങ്ങൾ അല്ലയോ യഹൂദാ ജനമേ, ദൈവത്തിന്റെ ജനമേ, എത്രത്തോളം 2 തോണിയിൽ കാല് വെക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ. യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിക്കേ, അല്ല ജാതികളുടെ ബാലാണ് ദൈവമെങ്കിൽ അവനെ
അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവീൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. പലർക്കും കഴിയാതിരുന്നപ്പോൾ, പലരും ആവുന്ന പരിശ്രമിച്ചിട്ടും ചെയ്യാതിരുന്നപ്പോൾ, ഭൂരിപക്ഷമുണ്ടായിട്ടും ഏലിയാവ് നോക്കി നിൽക്കെ സകലതും പരാജയപ്പെട്ടപ്പോൾ ആ കർമ്മേൽ പർവ്വതത്തിൽ ജനത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ. ആമേൻ. അടുത്തത് സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. ഏലിയാവ് ഒന്ന് പറഞ്ഞപ്പോൾ, ഒന്ന് അനൗൺസ് ചെയ്തപ്പോൾ, ആ സ്വാധീന ശക്തി നോക്കണേ. ആത്മാവിന്റെ അധികാരമുള്ള, അഭിഷേകമുള്ളവന്റെ വാക്കിന്റെ മേൽ ജനം കടന്നു വരും. ഈ അധികാരവും അഭിഷേകവും പ്രാപിക്കേണ്ടത് ദൈവസന്നിധിയിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. എന്റെ അടുക്കലേക്ക് വരുവീൻ എന്ന് പറഞ്ഞപ്പോൾ ജനമെല്ലാം ഏലിയാവിന്റെ അടുക്കലേക്ക് വന്നു. അടുത്തത് അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം, ആ കർമ്മേൽ മലയിൽ ഇടിഞ്ഞു കിടന്ന, ജാതികൾ ഇടിച്ചു കളഞ്ഞ, ജാതികൾ തകർത്ത് തരികടമാവേൻ വളരെ തരിപ്പണമാക്കിയ, വളരെ അസ്വസ്ഥമായി കിടന്ന ആ യാഗപീഠത്തിന്റെ അടുക്കലേക്ക് ഏലിയാവ് വന്നു. അടുത്തത് നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്ര സംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും മതി നമുക്ക് ആ ഭാഗം അറിയാമല്ലോ. ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഏലിയാവ് ഒറ്റയ്ക്ക് ആ കാര്യങ്ങളെല്ലാം ചെയ്തോട്. മനസ്സിലായി? അവിടെ കൂട്ടുകൃഷി ചെയ്യാൻ ആരുമില്ലായിരുന്നു. അപ്പുറത്ത് 450, 400, 850 വ്യാജ പ്രവാചകന്മാരുണ്ട്. ജനമെല്ലാം ചുറ്റും നിൽക്കുക, രാജാവ് ഉൾപ്പെടെ നോക്കി നിൽക്കുകയാണ്. രാവിലെ മുതൽ ഉച്ച വരെ ചെയ്തിട്ട് ഒന്നും നടക്കുന്നില്ല. ഏലിയാവ് ഒറ്റയ്ക്ക്. നീ ചിലപ്പോൾ ഏകനെന്ന് തോന്നും, പക്ഷെ സൈന്യങ്ങളുടെ യഹോവ നിന്നോട് കൂടെയുണ്ട്. ദൈവ നിയോഗമുള്ളവർ ഒറ്റയ്ക്കാണെങ്കിൽ അവരെ കൊണ്ട് ദൈവം വൻകാര്യങ്ങളെ, മരുഭൂമിയായാലും പടക്കളമായാലും പോർക്കളമായാലും ഏതവസ്ഥയിലായാലും ഏകനെന്ന് ചിന്തിച്ച് ഭയപ്പെടേണ്ട. ദൈവം നിന്നിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ, ദൈവമഹത്വം ആ പർവ്വതത്തിൽ വെളിപ്പെടുവാൻ കർമ്മേൽ ഒരുങ്ങട്ടെ. ആഹാബ് വിളംബരം ചെയ്യട്ടെ, ഏലിയാവേ നിന്റെ ദൈവം നിന്നിലൂടെ വെളിപ്പെടുന്ന രംഗമായി അത് മാറും. പ്രൈസ് ദി ലോർഡ്. 36-ാമത്തെ വാക്യം മുതൽ വായിച്ചോട്ടെ. 36. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്ന് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇന്ന് രാത്രി കാല വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിച്ചാട്ടെ. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും, നോക്ക്, ഇസ്രായേലിൽ നീ ദൈവമെന്നും, ഞാൻ നിന്റെ ദാസൻ എന്നും. ജാതികളുടെ ദേവന്മാരും ജാതീയ ശക്തികളും ഇങ്ങനെ ആമേൻ അവരുടേതായ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ പറയുകയാ, നീ ഇസ്രായേലിന്റെ ദൈവമെന്ന്, ഞാൻ നിന്റെ ദാസനെന്ന്. ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന തോന്നിയതുപോലെ ചെയ്താൽ പറ്റത്തില്ല. ബുദ്ധിയിൽ ചിന്തിക്കുന്നതല്ല, ദൈവ കൽപ്പന പ്രകാരം ചെയ്യണം, ദൈവ നിയോഗ പ്രകാരം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് വെളിപ്പെട്ടു വരണം. ഇതായിരുന്നു എലിയാവിന്റെ പ്രാർത്ഥന. ഇനി നമുക്ക് 46 മുതലുള്ള വാക്യം, 42-ാമത്തെ വാക്യം. ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ ആൾക്കാരെ ഒരുക്കി കൂട്ടുക, യാഗമർപ്പിച്ചു. ദൈവത്തിന്റെ തീ ഇറങ്ങി, അവിടെ യാഗം വെളിപ്പെട്ടു, സ്വർഗത്തിൽ തീ ഇറങ്ങി. ഏലിയാവിന്റെ ദൈവം സത്യദൈവം എന്നൊക്കെ മനസ്സിലായി. അവിടെ കൊണ്ട് നിർത്തുകയല്ല, ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യുവാൻ അവന്റെ വഴിക്ക് പോയി. ജനമെല്ലാം താന്റെ വഴിക്ക് പോയി. ഏലിയാവ് എന്താ ചെയ്തേ? ശുശ്രൂഷ തീർന്നില്ല കേട്ടോ. അതുകൊണ്ട് ഏലിയാവ് എന്ത് ചെയ്തു? വായിച്ചാട്ടെ. കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലിടയിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിനു നേരെ നോക്കുക. ആമേൻ. സ്വർഗത്തിൽ തീ ഇറങ്ങി, കർമ്മേൽ പർവ്വതത്തിൽ തീ ഇറങ്ങി. ആമേൻ. സ്തോത്രം പറഞ്ഞു പോവുകയല്ല. ആമേൻ. കടലിലേക്ക്, ബാല്യക്കാരാ നീ കടലിലേക്ക് പോ. നീ അവിടെ ചെന്നൊരു കാര്യം നോക്കുക, ഒരു അടയാളം കാണുക. ഞാനിവിടെ ദൈവത്തിന്റെ മലയിൽ, ദൈവത്തിന്റെ കുന്നിൻ മുകളിൽ നിൽക്കും.
പ്രൈസ് ദി ലോർഡ്. കണ്ടോ, നീ പോയി കടലിനു നേരെ നോക്കുക എന്ന് പറഞ്ഞു. അടുത്തത്, അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിനവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. അടുത്തത്, 7-ാം പ്രാവശ്യമോ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ. കടലിൽ നിന്ന് ഒന്നും കാണാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ഒരു ദൂത് പറയട്ടെ. ഒന്നും വിടുതലിന് കാണാതിരിക്കുമ്പോൾ നാം 8-ാം അധ്യായത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. ദൈവത്തിന് ചില പ്രവർത്തികൾ ശരീരത്തെയും ജീവിതത്തെയും കുടുംബത്തെയും സഭയെ സ്പർശിക്കുന്ന ചില ദൈവപ്രവർത്തികൾ ഇന്ന് രാത്രി വെളിപ്പെടും. ആമേൻ. അതിനു മുമ്പ് ഇതാ മാനുഷികമായ കൈകൾക്ക് അസാധ്യമായത്, മാനുഷികമായി നടക്കാത്തത് ഒന്നും കാണാതിരിക്കുമ്പോൾ മനുഷ്യന്റെ കൈ പോലൊരു മേഘം. വായിച്ചാട്ടെ. ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു. ഒരു ചെറിയ മേഘം പൊങ്ങുന്നുണ്ട്. എല്ലാ ദൈവമക്കളും വിശ്വാസത്താൽ നിങ്ങൾ ഏത് പ്രാർത്ഥന വിഷയമായിട്ട് ഇവിടെ വന്നുവോ, ഏത് വിഷയമാണോ നിന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതുവരെ മറുപടി കിട്ടാത്ത ഏത് വിഷയമാണോ, അകത്തെ കണ്ണുകൊണ്ടൊന്ന് കണ്ടാട്ടെ. ഉയരത്തിൽ നിന്നൊരു കരം വെളിപ്പെടുന്നു. ഉയരത്തിൽ നിന്നൊരു കരം വെളിപ്പെടുന്നു. പ്രത്യാശയുടെ കരം, സൗഖ്യമാക്കുന്ന കരം, വിടുവിക്കുന്ന കരം, വലിയ ആത്മപകർച്ച പകരുന്ന മേഘങ്ങളെ കൊണ്ടുവരുന്ന കരം. സ്തോത്രം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഒരു കരം വെളിപ്പെടുന്നു. ദൈവകരം വെളിപ്പെടുന്ന എത്ര പേർ വിശ്വാസ കണ്ണാൽ കാണും? ഈ ഗഹസിമാർക്കോ ബാല്യക്കാർക്കോ ഇത് കാണാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാകൂ. ആത്മനിയോഗമുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാകൂ. ഇത് മഴ പെയ്ത് കഴിയുമ്പോഴേ ജനം മനസ്സിലാക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗത്തേക്ക് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ബാല്യക്കാരനോട് പറഞ്ഞ് നീ പോയി നോക്ക്. അവസാനം 7-ാം പ്രാവശ്യം മനുഷ്യന്റെ കൈ പോലൊരു മേഘം വരുന്നു. അടുത്ത വായിച്ചാട്ടെ. അതിനവൻ നീ ചെന്ന് ആഹാബിനോട്, ഭക്ഷിച്ചും പാനം ചെയ്തും തൃപ്തിയോടെ പോയ ആഹാബ് ദേശം ഭരിക്കുന്ന രാജാവിനോട് പറയണം, ബാല്യക്കാരാ, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും. ദൂത് പുറപ്പെട്ടപ്പോൾ 10 വർഷമോ 50 വർഷം കഴിഞ്ഞിട്ടല്ല, ആ ദൂത് ദൈവത്തിന്റെ വചനത്താൽ ദൈവാത്മാവിൽ ഏലിയാവ് പറഞ്ഞപ്പോൾ ക്ഷണത്തിൽ, ഇന്ന് രാത്രി ക്ഷണത്തിൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ക്ഷണത്തിൽ ചിലത് സംഭവിക്കുന്ന 8-ാം അധ്യായത്തിലുണ്ട്. ഞാൻ അതിലേക്ക് വരികയാണ്. ആമേ. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്, തുരന്ത്, ആമേ, പെട്ടെന്ന്, ക്ഷണത്തിൽ ഇന്ന് രാത്രി ചില വിടുതലുകൾ നടക്കുകയാണ്. ഞാൻ ആത്മാവിൽ അനുഭവിച്ചറിയുന്നു. ക്ഷണത്തിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവം നിനക്കായി ആലയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ക്ഷണത്തിൽ ഏലിയാവ് റെഡിയാണെങ്കിൽ, പ്രാർത്ഥന ദൈവഹിതപ്രകാരമാണെങ്കിൽ ക്ഷണത്തിൽ വിടുതൽ വെളിപ്പെടുകയാണ്. സ്തോത്രം. ക്ഷണത്തിൽ എന്ത് സംഭവിച്ചു? ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു. ഇതുവരെ ഒരു മാറ്റം കാണാത്ത ആകാശത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ആമേൻ. വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. അവൻ രഥം കയറി പോയി. അടുത്തത്, എന്നാൽ യഹോവയുടെ കൈ ആകാശത്തിൽ വന്നു. ശ്രദ്ധിക്കണേ, ആകാശത്ത് കടലിന്റെ മുകളിൽ ഒരു കൈ പോലല്ലേ വന്നേ. തെറ്റായത് കൈപ്പത്തി എന്നൊന്നും പറയല്ലേ, കൈന്ന് എവിടെ എഴുതിയിട്ടുള്ളൂ. ശരിയല്ലയോ? ശ്രദ്ധിച്ചു നോക്കണേ. ആമേ. The hand of God. ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു. ആ കടലിന്റെ മുകളിൽ വെളിപ്പെട്ട മേഘങ്ങളെ കൊണ്ടുവരുന്ന ആ കരം, ആമേൻ, ഇവിടെ എന്താ? ഏലിയാവിന്റെ മേൽ വന്നു. The hand of God was upon Elijah the prophet. യഹോവയുടെ അവൻ ഇങ്ങനെ കുത്തി മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് ആത്മാവിൽ നൃത്തം ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. മുട്ടുമേൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവിക വാഗ്ദത്തത്തിനായി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് നെടുമ്പാട് വീണ പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ അവൻ തുള്ളിച്ചാടാൻ തുടങ്ങി. അവൻ എഴുന്നേൽക്കാൻ തുടങ്ങി. കുതിര ശക്തിയേക്കാൾ വേഗത വന്നു. കാൽമുട്ടുകൾക്ക് ഉപസിക്കുന്ന ദൈവവേദലേ, പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, നീ രോഗിയായി വീഴാനല്ല, തിരിച്ച് മറിച്ച് ദൈവത്തിന്റെ ശക്തിയാ ചില വാഗ്ദത്തങ്ങളെ ഓടി പിടിച്ചെടുക്കുവാൻ ലോകത്തിലെ ചില ഉന്നതന്മാരെക്കാൾ ആ ചില രഥങ്ങളുടെ മുമ്പാകെ ലോക ശക്തികൾ ഒരുക്കുന്ന
ജാതികൾ ഒരുക്കുന്ന, ആഹാബുമാർ ഒരുക്കുന്ന രഥങ്ങളുടെ മുമ്പാകെ ഓടുവാൻ. ചിലതിന് മുമ്പിൽ ഓടുവാൻ, പുറകിലോടുന്ന മതിയാക്ക്, പുറകിലോടുന്ന മതിയാക്ക്, ചിലതിന് മുമ്പിൽ ഓടുവാൻ. ഇന്ന് രാത്രി ദൈവം ബലം പകരുകയാണ്. ആ ദൈവശക്തി അവന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ, ആ ദൈവശക്തി ഏലിയാവിന്റെ മേൽ വന്നപ്പോൾ എങ്ങനെ എഴുതിയിരിക്കുന്നത് വായിച്ചാട്ടെ. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുൻപായി ഓടി. യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നാൽ ഒരു കൈ ഇങ്ങോട്ട് ഏലിയാവിന്റെ ദേഹത്ത് വന്ന് പതിഞ്ഞൊന്നും അല്ല അതിന്റെ അർത്ഥം. ദൈവ സാന്നിധ്യം അവന്റെ മേൽ ഇറങ്ങി വന്നു. ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി വന്നു. ദൈവത്തിന്റെ അപ്പിയറൻസ്, തയോഫനി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം ആ ഭക്തന്റെ മേൽ ഇറങ്ങി വന്നു. ആമേൻ. യെഹെസ്കേലിന് വെളിപ്പെട്ടതുപോലെ, ഏലിയാവിന്, ആമേൻ, യെശയ്യാവിന് വെളിപ്പെട്ടതുപോലെ, സീനായ് മലയിൽ മോശയ്ക്ക് വെളിപ്പെട്ടതുപോലെ, പിന്നീട് പത്മോസ് ദ്വീപിൽ യോഹന്നാന് വെളിപ്പെട്ടതുപോലെ, നീ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, ദൈവ നിയോഗത്താൽ ഇരിക്കുന്നെങ്കിൽ നിന്റെ മേൽ ദൈവ തേജസ് ഇറങ്ങി വരും. ദൈവ തേജസ്സിനാൽ നീ മൂടപ്പെട്ടാൽ ഒരു ശത്രുവിനും, ഒരു ആഭിചാരകനും, ഒരു മന്ത്രവാദിക്കും, ഒരു ശുദ്രവാദിക്കും നിന്റെ നന്മയെ തടയാൻ പറ്റത്തില്ലെന്നേ. നീ ദൈവ തേജസ്സിനകത്താക, നീ ദൈവ മഹത്വത്തിന്റെ അകത്താക, ദൈവ ശക്തി നിന്റെ മേൽ. പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുന്നു. മറിയയുടെ മേൽ, പുരുഷനെ അറിയാത്ത മറിയയുടെ മേൽ, കന്യകയുടെ മേൽ ദൈവശക്തി, അത്യുന്നതന്റെ ശക്തി ഇറങ്ങിയപ്പോൾ അവളുടെ ഉദരത്തിൽ ചിലത് ഉൽപാദിതമായി. മാനുഷിക കരങ്ങൾ കൊണ്ടല്ലാതെ ദൈവികമായ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൈവ തേജസ് നിന്റെ തല മുതൽ പാദം വരെ. ഉൽപ്പത്തി 1 പറയുന്ന പോലെ when the Holy Spirit brooded upon, Acts 1:8 പറയുന്ന പോലെ the Holy Spirit is tabernacled upon you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ മൂടി മറയ്ക്കുമ്പോൾ, നീ പരിശുദ്ധാത്മാവിന്റെ മറവിലാകുമ്പോൾ നിന്റെ ശരീരത്തിലെ കെട്ടുകൾ പൊട്ടും, നിന്റെ രോഗബന്ധനങ്ങൾ അഴിയും. നീ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്ന, ആത്മനിയോഗത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, തന്നെയുമല്ല നിന്റെ ശരീരത്തിലെ വിടുതൽ നടക്കും. പരപ്രേരണ കൂടാതെ, ആരും തലയിൽ കൈവച്ചില്ലെങ്കിലും, ആരും പ്രവചിച്ചില്ലെങ്കിലും, നിന്റെ ശരീരത്തിന്മേൽ അത്യുന്നതന്റെ ശക്തി നിഴലിടുമ്പോൾ ആ മേഘം ഇന്ന് രാത്രി ചിലരെ നിഴലിടട്ടെ. ചില ശാപങ്ങൾ മാറുന്ന, ചില പാരമ്പര്യ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്ന, ചില രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറുന്ന, ഉറക്കമിടുന്ന, ബലഹീനപ്പെടുത്തുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽ രാത്രികാലം അഴിഞ്ഞു മാറട്ടെ. എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ടെ. ആത്മമണ്ഡലം വെളിപ്പെടട്ടെ. ദൈവ തേജസ് ഇറങ്ങി വരട്ടെ. കുനിഞ്ഞിരുന്നവൻ, വിഷാദിച്ചിരുന്നവൻ, പ്രാർത്ഥനാ നിമഗ്നനായിരുന്നവൻ, ഒരു ബോംബ് വീഴുന്നത് പോലെ, ഒരു കുതിരയെ പോലെ അവൻ ചാടി എഴുന്നേറ്റ് ലോകത്തിലെ രഥങ്ങളുടെ മുമ്പാകെ, കുതിരശക്തിയുടെ മുമ്പാകെ ഓടി ഓടി ലക്ഷ്യസ്ഥാനത്തെത്തി. ഹല്ലേലൂയ. ആഹാബ് എത്തുന്നതിന് മുമ്പ് അവൻ എത്തി. ദൈവ നിയോഗമായ മലയിൽ കയറാൻ തയ്യാറാണോ? ദൈവ നിയോഗിച്ച പ്രത്യേക പർട്ടിക്കുലർ പ്ലേസസില്, പർട്ടിക്കുലർ മേഖലകളില് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ തയ്യാറാണോ? ഉറങ്ങിയതൊക്കെ തിന്നും കുടിച്ചു ഉറങ്ങിയതൊക്കെ അല്പം ഒന്ന് മാറ്റിവെച്ചിട്ട് പ്രിയൻ അന്വേഷിക്കുന്ന, കർത്താവ് അന്വേഷിക്കുന്ന പാറയുടെ വിള്ളലിൽ
ഉരുകുന്ന കുറുപ്രാവിനെ പോലെ the cleft of the rock, ആ പാറയുടെ പിളർപ്പിലിരിക്കുന്ന കുറുപ്രാവായി നീ മാറുമോ? നിന്നെ തലമുറയിൽ ദൈവം ഉപയോഗിക്കും. ആരും അറിയണ്ടാന്നേ, ആരും റെക്കമെൻഡ് ചെയ്യണ്ടാന്നേ. കിഴക്ക് നിന്ന് ആമേൻ നീതി എതിരേൽക്കുന്നവനെ ഉണർത്തിയതാരേ എന്ന് ബാബിലോണിയർ പറയത്തക്കവണ്ണം ഒരു റാഞ്ചൻ പക്ഷിയെ പോലെ, കിഴക്കൻ പക്ഷിയെ പോലെ കോരസിനെ എന്റെ അഭിഷിക്തൻ എന്ന് പറഞ്ഞ് അടിമത്തത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ വിടുവിച്ചെടുക്കുവാൻ ബാബേലിലേക്ക് അയച്ച് പേർഷ്യൻ രാജാവായ കോരസിനെ ബാബേലിലേക്ക് അയച്ച് ബാബേലിലേക്ക് മോങ്ങി കരയുന്ന അലറി വൃക്ഷങ്ങളുടെ മേൽ വാദ്യോപകരണങ്ങളെ ഇട്ട് മതി മതി എന്ന് പറഞ്ഞ് പരിഹാസം സഹിക്കുന്ന, നിന്ന സഹിക്കുന്ന ഒരു കൂട്ടം ജനത്തിനെ യെരൂശലേമിൽ കൊണ്ട് പുനഃസ്ഥാപിക്കുവാൻ ഒരു ജാതിയുടെ മേൽ അഭിഷേകം പകർന്നെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവിന്റെ അഭിഷേകത്തിന് പുതപ്പോടെ വീഴുകയാണ്. അഭിഷേക നിയോഗം ഇവിടെ വീഴുകയാണ്. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന്റെ മേൽ പതിയട്ടെ. നരകത്തിൽ കത്തിയെരിയുന്ന ഒരു വിറകിൻ കൊള്ളിയായ കോരസിനെ ദൈവത്തിന്റെ അഭിഷക്തനും ദൈവത്തിന്റെ ഇടയനുമാക്കി. രാജാക്കന്മാരുടെ അരക്കച്ചകൾ ആത്മനിയോഗമുള്ളവൻ ചെല്ലുമ്പോൾ തന്നെ മറ്റവന്റെ പാടും. നിനക്കെതിരെ പണി ചെയ്തവന്റെ പാടുവന്നേ. നിനക്കെതിരെ വാട കോരുന്നവൻ അവന്റെ അരക്കച്ചകൾ താഴെ വീഴും. അഭിഷേകമുള്ളവൻ കയറി വരുമ്പോൾ, ആത്മനിയോഗമുള്ളവൾ കയറി വരുമ്പോൾ, പ്രാർത്ഥിക്കുന്നവൾ കയറി വരുമ്പോൾ, അഭിഷേകമുള്ളവൻ കയറി വരുമ്പോൾ, വാഗ്ദത്തമുള്ളവൻ കയറി വരുമ്പോൾ, ദാവീദ് യെരൂശലേമിലേക്ക് ചെന്നപ്പോൾ യെബൂസ്യർ പറഞ്ഞു, നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന്. വചനം പറയുന്നു, എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ശത്രു വാദിച്ച് നിന്റെ കാതുകളിൽ കേൾപ്പിച്ചത് ദൈവം നിന്നെ കൊണ്ട് തന്നെ ചെയ്തെടുക്കും. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. യെബൂസ്യരുടെ പട്ടണത്തെ ദൈവത്തിന്റെ നഗരമാക്കി മാറ്റി, മഹാരാജാവിന്റെ നഗരമാക്കി മാറ്റി, ദൈവത്തിന്റെ സിയോനാക്കി മാറ്റി. ആമേൻ. ദാവീദിന്റെ നഗരമാക്കി മാറ്റി. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. അടുത്ത ഒരു മണ്ഡലം കൂടെ പറഞ്ഞ് 8-ാം അധ്യായത്തിലേക്ക് വരാം. മത്തായി 17-ാം അധ്യായം 1 മുതൽ വാക്യം. Matthew 17:1-2 following. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. 3 ശിഷ്യന്മാരെയും കൂട്ടി തനിച്ച് കർത്താവ് ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, ബിജു പാസ്റ്ററോ, ജിജി പാസ്റ്ററോ, ആൽവിൻ പാസ്റ്ററോ അല്ലെങ്കിൽ നമ്മുടെ ശിവ പാസ്റ്ററോ അല്ല, പരിശുദ്ധാത്മാവ് ചില ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പരിശുദ്ധാത്മാവ് PMG ചർച്ചല്ല, ഇവിടെയുള്ള ലോകത്തിലെ ഉന്നതന്മാരല്ല. ആത്മാവ് നിന്നെ ഉയരത്തിലെ മണ്ഡലങ്ങളിലേക്ക്, ആത്മമണ്ഡലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ പോവുകയാണ്. യേശു ഇവരെ 3 പേരെയും കൂട്ടിക്കൊണ്ടുപോയി. ഇവർ പിന്നീട് പ്രയോജനപ്പെട്ടെങ്കിലും അന്നേരം ബലഹീനരായിരുന്നു. ഒരമ്പിൻപാട് ദൂരത്ത് മാറി പ്രാർത്ഥിക്കുവാനായിട്ട്. ആമേൻ. അവിടെ കർത്താവ് അവർക്ക് രൂപാന്തരപ്പെട്ടു. ആ ഭാഗം വിടുന്നു. ഉയർന്ന മലയിലേക്ക് ചെന്നപ്പോൾ രൂപാന്തരപ്പെട്ട ക്രിസ്തുവിനെ കാണുവാനിടയായി തീർന്നു. കൂടെ നടക്കുന്ന സാധാരണക്കാരനായ തച്ചൻ്റെ മകനെന്നോ കന്യകയിൽ ജനിച്ച ഒരു സാധാരണ ബേത്ലഹേമിലെ ഒരു യേശുവിനെ കുറിച്ചല്ല. ആ ദൈവം കൂട്ടിക്കൊണ്ട് മലയിൽ ചെന്നപ്പോൾ ദൈവപുത്രന്റെ തേജസ് അവർ കണ്ടു. യേശുവിനെ കണ്ടനുഭവിച്ചാൽ ഒരു ശക്തിക്കും നിന്നെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പൗലോസ് പറയുന്നത് യേശുവിനെയും അവന്റെ മരണത്തെയും പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയുവാൻ ഫിലിപ്പിയ ലേഖനത്തിലുണ്ട്. ഞാൻ എടുക്കാൻ സമയം അനുവദിക്കുന്നില്ലല്ലോ. ക്രിസ്തുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ക്രിസ്തുവിന്റെ കൂട്ടായ്മയും അനുഭവിച്ചറിയുന്നവരായിരിക്കട്ടെ ദൈവമക്കൾ. ഇന്ന് അനുഭവമില്ലാത്ത കുറെ എണ്ണം ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ അല്ല, പെന്തക്കോസ്ത് ലോകത്ത്. അനുഭവിച്ചറിയും, കർത്താവിനെ രുചിച്ചറിയും. ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും യേശുവിനെ അനുഭവിച്ചറിയുക. അവൻ
എത്ര നല്ലവൻ, അവൻ എത്ര ശ്രേഷ്ഠൻ, അവൻ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകൻ. അവിടെ കർത്താവ് രൂപാന്തരപ്പെട്ടു. അവൻ്റെ ആ വർണ്ണന ഇവിടെ മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39 വാക്യങ്ങൾ. ഇവിടെ നമുക്ക് ഒലിവ് മല കാണാൻ കഴിയും. മറ്റൊരു മലയും കൂടെ. എന്റെ വിഷയം ഇതേ അല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് പുറപ്പെട്ടു പോയി. അപ്പൊ അവിടെ ഒരു പദമുണ്ട്, പതുപോലെ. അവൻ കർത്താവ് ഇടയ്ക്കൊക്കെ ഒലിവുമലയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഒലിവും തോട്ടം കാണാനും ഒലിവ് തിന്നാനും ഒലിവിന്റെ സൗന്ദര്യം കാണാനും ഒന്നും അല്ല, പ്രാർത്ഥിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ട്രിവാൻഡ്രത്ത് നമ്മളെ കൊണ്ടാക്കിയിരിക്കുന്നത് ട്രിവാൻഡ്രത്തിന്റെ ഭൗതിക നന്മകൾ മാത്രം അനുഭവിക്കാനല്ല, ട്രിവാൻഡ്രത്തിന് വേണ്ടി കരയാനാണ്, പട്ടണത്തിന് വേണ്ടി കരയാനാണ്. ആമേ. കേരളത്തിന്റെ തലസ്ഥാന നഗരിക്ക് വേണ്ടി കരയുമ്പോൾ ആ പ്രാർത്ഥനയുടെ അലയടികൾ 14 ജില്ലകളിലും അങ്ങ് കാസർഗോഡ് മഞ്ചേശ്വരം വരെ, ഈ തിരുവനന്തപുരത്ത് ഈ PMG ചർച്ചിൽ അല്ല, നിന്റെ ഭവനത്തിൽ നീ ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മാവിന്റെ ആ പ്രതിധ്വനികൾ, ആ എക്കോസ് കേരളത്തെ ഇളക്കി മറിക്കുവാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. യേശു അതുപോലെ ഒലിവുമലയിലേക്ക് ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. 3 കാര്യങ്ങൾ അവിടെ കാണുന്നു. അത് വേഗം പറഞ്ഞ് ഞാൻ വിടാം. ആമേൻ. 3 സ്റ്റേജ്, പ്രാർത്ഥനയുടെ 3 സ്റ്റേജ് ആമേൻ ഓർപ്പിച്ച് ഞാൻ ആ ഭാഗത്തു നിന്ന് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. ലൂക്കോസ് 22-ാം അധ്യായം 39-ാമത്തെ വാക്യം മുതൽ നോക്കുമ്പോൾ 3 സ്റ്റേജ്. നമ്പർ 1. അടുത്ത വായിച്ചാട്ടെ. 41-42. താൻ അവരെ വിട്ട് ഒരു കല്ലേറ്റ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. തന്റെ പ്രാർത്ഥനയുടെ 1-ാമത്തെ സ്റ്റേജ്, ഫസ്റ്റ് ലെവൽ ഓഫ് ജീസസ് പ്രയർ അറ്റ് മൗണ്ട് ഒലിവ്. ആ പർവ്വതത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയുടെ 1-ാമത്തെ സ്റ്റേജ്. തനിക്കറിയാം അടുത്ത ദിവസം ക്രൂശ് മരണം സഹിക്കേണ്ടതാണ്. പിതാവേ, കഴിയുമെങ്കിൽ 1-ാമത്തെ സ്റ്റേജ്, ഓർഡിനറി ലെവൽ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം, പ്രിയമുള്ളവരെ, എങ്കിൽ നിന്ന് നീക്കണം. ഈ കഷ്ടത, ക്രൂശ് മരണം എങ്കിൽ നിന്ന് മാറ്റണം. അതൊരു പ്രാർത്ഥന, കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ 1-ാമത്തെ സ്റ്റേജ്. ഇവിടെ നിന്ന് മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ടതാണ്. കർത്താവ് അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് അടുത്ത പെട്ടെന്ന് അതിൻ്റെ മറ്റൊരു മറുപടി പറഞ്ഞു, എങ്കിലും കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന്, ഈ കഷ്ടതയാകുന്ന പാനപാത്രം ഒന്ന് മാറ്റണമേ. അടുത്ത ദിവസം ഏലി ഏലി ലമ്മ ശബക്കത്താനി എന്ന് വിളിച്ച് പ്രാണനെ വിടുന്ന ആ ക്രൂശ് മരണത്തെ ഗോൽഗോത്തായുടെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് മാറ്റണമേ. പെട്ടെന്നൊരു ദൗത്യം കർത്താവിന് മനസ്സിലായി. എന്തിനാ ഭൂമിയിലേക്ക് അയച്ചെന്ന് കർത്താവ് ഉടനെ പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. യഥാർത്ഥ ദൈവവൈതലിൻ്റെ പൂർണ്ണ ചിത്രം അവിടെ കാണുന്നു. എൻ്റെ ഹിതമല്ല, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. വായിച്ചാട്ടെ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന്, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചു. 1-ാമത്തെ പ്രാർത്ഥനയുടെ അവിടെ കണ്ട 1-ാമത്തെ സ്റ്റേജ്, ആ ഒലിവ് മലയിലെ പ്രാർത്ഥനയുടെ ഫസ്റ്റ് ലെവൽ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നാട്. ഉപവാസത്തിന്റെ 13-ാമത്തെ രാത്രിയെങ്കിലും പാടിക്കോ, എൻ്റെ ഹിതം തീടേണമേ, എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എന്നെ ഹോവേ. ചങ്ക് തകർന്ന് സമർപ്പണത്തോടെ പാടാം. ഹിതം ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാദാ. ഒന്നുകൂടെ. ഏതു ഗുണം
ഇല്ല ജ്ഞാനം എന്നിൽ നാദ, നിന്തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു നിന്റെ ഹിതം. അഗ്നിമേഘ തൂണുകളാൽ അടിയാനെയും നടത്തി. പ്രിയമുള്ളവരെ, അഗ്നിമേഘ തൂണുകളാൽ അടിയാനെയും നടത്തി. അനുദിനം കൂടെയിരുന്നു അപ്പനെ കടാക്ഷിക്കുകേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. പ്രാർത്ഥന വിഷയങ്ങളെല്ലാം എഴുതിക്കൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൽ വന്നിരുന്നിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞിട്ട് ദൈവത്തോട് ഇങ്ങനെ പറയണം, എൻ്റെ ഇഷ്ടമല്ലപ്പ, എൻ്റെ ഹിതമല്ല, നിന്റെ ഇഷ്ടം മാത്രം മതി. 2025 മെയ് മാസം 14-ാം തീയതി അപ്പൻ്റെ ഇഷ്ടം അനുസരിക്കുന്ന അപ്പൻ്റെ ഇഷ്ടപുത്രി പുത്രന്മാരെ അപ്പൻ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അപ്പൻ്റെ ഇഷ്ടം, രക്തം തന്നവന്റെ, വീണ്ടെടുത്തവന്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റാൻ, അതിന് അറ്റ് എനി കോസ്റ്റ്, എത്ര വില കൊടുക്കേണ്ടി വന്നാലും, പ്രാണത്യാഗം ചെയ്യേണ്ടി വന്നാലും, ആ പിതാവിന്റെ ഇഷ്ടത്തിനായി. മറ്റൊരു ഭക്തൻ പാടാൻ സമയമില്ലല്ലോ, സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ, നിൻഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വീട്ടിൽ പോയാൽ പാട്ടങ്ങ് പാടണേ, ഞാനും പാടാം. അതിനകത്ത് ശക്തമായ ഈ പാട്ട് പാടുമ്പം കണ്ണ് നിറഞ്ഞ് കണ്ണുനീർ തുള്ളികൾ താഴെ വീഴുന്നെങ്കിൽ നീ ദൈവമുമ്പാകെ സമർപ്പിച്ചു. എൻ്റെ ഇഷ്ടമല്ലപ്പാ, എൻ്റെ ഹിതമൊന്നും വേണ്ടേ, അങ്ങയുടെ ഇഷ്ടം മാത്രം മതിയപ്പ. ഇനിയും ഈ നാട്ടിൽ ഞാൻ അപമാനിക്കപ്പെടാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ മതിയപ്പ. ഇനി ഞാൻ കഷ്ടത സഹിക്കാൻ, ഇനി ഞാൻ ഉപവസിക്കാനാണെങ്കിൽ ഉപവസിച്ചോളാപ്പാ, ഇനി ഞാൻ കരയാനാണെങ്കിൽ കരഞ്ഞോളാപ്പാ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ടേ, നിന്റെ ഇഷ്ടം മാത്രം മതിയപ്പ. ആ ഒലിവുമലയിൽ ചെന്ന് പ്രാർത്ഥനയുടെ 1-ാമത്തെ സ്റ്റേജിൽ യേശു പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. നമുക്കൊത്തിരി ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ദൈവവേല തീരുമ്പോ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ത്യജിക്കണം ദൈവമക്കളെ. നമ്മുടെ കടുംപിടുത്തങ്ങളെല്ലാം മാറണം, നമ്മുടെ താല്പര്യങ്ങളെല്ലാം മരിക്കണം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ അനവധി ഫലം കാണും. ഞാനൊന്ന് മരിക്കട്ടെ, ഞാൻ എന്ന വ്യക്തി ഒന്നില്ലാതാകട്ടെ, എൻ്റെ യേശു എന്നിൽ വെളിപ്പെടട്ടെ,
എന്റെ യേശുവിന്റെ ഇഷ്ടം എന്നിൽ വെളിപ്പെടട്ടെ. ഞാനൊന്നു മറയട്ടെ, ആ പിളർന്നതായ പാറയിൽ ഞാനൊന്നു മറയട്ടെ. ഓ, എന്റെ പാറയായ യേശു വെളിപ്പെടട്ടെ. എന്റെ ഉടയവൻ ഗർജിക്കുന്ന സിംഹമായി എന്റെ വിഷയത്തിൽ എഴുന്നള്ളി വരട്ടെ. സൈന്യ സമേതനായി ഒറ്റ രാത്രി കൊണ്ട് സൻഹേരീബ് ഒരുക്കി വെച്ച രാത്രിയിലെല്ലാം തയ്യാറാക്കി ഹിസ്കിയാവിന്റെ കാലത്ത് നാളെ പ്രഭാതമാകുമ്പോൾ, നേരം പുലരുമ്പോൾ ഇസ്രായേൽ മക്കളെ കൊന്നുമുടിക്കുവാൻ പാളയമിറങ്ങിയ അശൂരിന്റെ സൈന്യത്തെ ഒരു ദൂതനെ അയച്ച്, ഒരു ദൂതൻ നിന്റെ വിഷയത്തിന് മേൽ ഇറങ്ങിയാൽ, ഒരു ദൂത് നിന്റെ വിഷയത്തിൽ വെളിപ്പെട്ടാൽ, ഒരു ദൂതൻ നിന്റെ വിഷയത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു അഭിഷിക്തൻ നിന്റെ വിഷയത്തിന് മുമ്പാകെ ഇറങ്ങി വന്നാൽ, ഒരു ദൂത് വെളിപ്പെട്ടാൽ, ഒരു സന്ദേശവാഹകനെ, ഒരു മെസ്സഞ്ചറായി ദൈവം നിനക്ക് വിഷയത്തിൽ ദൈവം ഇറക്കിക്കൊണ്ടു വന്നാൽ, നിനക്ക് അസാധ്യമായത് നെടുമ്പാട് വീഴുന്ന ഹിസ്കിയാവേ, ശത്രുവിനോട് പോരാടാൻ നിനക്ക് ശക്തിയില്ലായിരിക്കും. പക്ഷേ നീ ഉന്നതന്റെ പാദപീഠത്തിൽ നെടുമ്പാട് വീണതുകൊണ്ട് ഒറ്റ രാത്രി ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ 1,85,000 ശത്രുവിനെ നിഗ്രഹിച്ച സൈന്യങ്ങളുടെ യഹോവയാണ് നീ സേവിക്കുന്നത്. നമ്മൾ ആരെയും നിഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കല്ലേ, പക്ഷേ ദൈവത്തിന്റെ അഭിഷിക്തനെ തുടരുത്. ദൈവത്തിന്റെ ആത്മനിയോഗമുള്ള ദൈവപൈതലിനെതിരെ ഒരു വാക്കു പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെതിരെ ഒരു വാക്കു പറഞ്ഞാൽ സ്വർഗം സഹിക്കത്തില്ല. ആ ദൈവം പട്ടണത്തിൽ വെളിപ്പെടട്ടെ, ആ ദൈവ തേജസ്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശു പിതാവേ, കഴിയുമെങ്കിൽ പാനപാത്രമെങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അതിൻ്റെ ഇഷ്ടം നടക്കട്ടെ. ഇത് ഒന്നാമത്തെ പ്രാർത്ഥനാ ലെവല്. ആ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഇങ്ങോട്ട് വന്നപ്പോൾ ശിഷ്യന്മാർ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. അപ്പം തിന്നാൻ കൂടെ ഉണ്ടായിരുന്നു, അത്ഭുതം കാണാൻ കൂടെ ഉണ്ടായിരുന്നു, കൂടെ നടക്കാനുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാനില്ല. ഹലോ, ഒരു സഭയുടെ യഥാർത്ഥ ആത്മീയ അന്തരീക്ഷം കാണണമെങ്കിൽ 3-4 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കാൻ ആൾക്കാരെ വിളിച്ചങ്ങ് പ്രാർത്ഥിക്കാനിരുത്തണം. പ്രസംഗമൊന്നുമല്ല, പ്രാർത്ഥിക്കാൻ. ആമേ, അന്നേരം മനസ്സിലാവും, യഥാർത്ഥ ചിത്രം പിടികിട്ടും. ഇത്രയും സ്ഥലമില്ല ഞങ്ങൾക്കൊക്കെ. ഇച്ചിരി ഇടുക്കമുള്ളിടത്ത് ഞങ്ങളിത് കഷ്ടപ്പെട്ട സൗണ്ട് വെച്ചാൽ കുഴപ്പം, വീട് മാറേണ്ടി വരും, ആരാധന സ്ഥലം മാറ്റേണ്ടി വരും, പിന്നെ പോലീസ് വരും, പ്രയാസം. ഇത്രയും സ്വാതന്ത്ര്യം തന്ന് മുകളിലോ താഴെയോ അവിടെയോ എവിടെയോ എങ്കിലുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ? ഈ അവസരം ദുർവിനിയോഗം ചെയ്യരുത്. ആരൊക്കെയോ മുതൽ മുടക്കിയത് കൊണ്ടാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ആരൊക്കെയോ വില കൊടുത്തത് കൊണ്ടാണ്, ആരൊക്കെയോ കഷ്ടം സഹിച്ചത് കൊണ്ടാണ്. ആ ദൈവത്തിന് പ്രവർത്തിക്കാൻ വിശുദ്ധന്മാർ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഫ്രീ ആയി കിട്ടിയ അവസരത്തെ ഈസിയായിട്ട് എടുക്കല്ലേ. ഇതിന്റെ മാധുര്യം അനുഭവിച്ചറിയണം. ഇവിടുന്ന് പുറപ്പെടുന്ന ദൈവകൃപയുടെ നദിയിലേക്ക് നീ ഒന്ന് നീന്തി കുളിക്കുവാനിടയായി തീരട്ടെ. സമയമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ സ്റ്റേജ് നോക്കാം. രണ്ടാമത്തെ സ്റ്റേജ് താഴോട്ട് വായിച്ചാട്ടെ. 42 വാക്യം. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ആമേൻ. നോക്കിയാണേ, കർത്താവ് മനുഷ്യപുത്രനായിട്ടല്ലേ ഭൂമിയിൽ വന്നേ, തെറ്റിദ്ധരിക്കല്ലേ. കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ക്ഷീണിതനായി, വളരെ മാനസികമായി വ്യത അനുഭവിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് ശരീരത്തിൽ വേദന സഹിച്ചുകൊണ്ടിരിക്കുക. അടുത്ത രണ്ടാമത്തെ സ്റ്റേജ്, പ്രാർത്ഥനയുടെ സെക്കൻഡ് സ്റ്റേജ്, അവനെ ബലപ്പെടുത്തുവാൻ, യേശുവിനെ ബലപ്പെടുത്തുവാൻ. എവിടെയാണോ നീ വാടി തളരുന്നത്, എവിടെയാണോ നീ തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്നത്, അപ്പോൾ നിന്റെ അടുക്കലേക്ക് ദൈവം സ്വർഗത്തിൽ ദൂതന്മാരെ അയക്കും. അവനെ ബലപ്പെടുത്തേണ്ടതിന്, കർത്താവിനെ ബലപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ ദൈവം അയച്ചു. പ്രാർത്ഥനയിൽ നിന്നെ ബലപ്പെടുത്തേണ്ടതിന്, പ്രാർത്ഥന നിർത്താതിരിക്കേണ്ടതിന്, ദൈവഹിതത്തിനായി സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന്, പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യേണ്ടതിനായി ദൂതൻ പാളയമിറങ്ങി. ദൂതൻ കർത്താവിനെ ബലപ്പെടുത്തി കാണും. ദൂതൻ കർത്താവിനെ കൈകളിൽ വഹിച്ചു. ശാരീരികമായി ക്ഷീണിതനായിരിക്കുന്ന യേശുവിനെ ശാരീരികമായി ബലപ്പെടുത്തുവാൻ, പ്രാർത്ഥനയിൽ ബലപ്പെടുത്തുവാൻ പൂർണ്ണ മനുഷ്യനായി തീർന്ന ദൈവപുത്രനായ ക്രിസ്തു, the word became flesh, വചനം ജഡമായി തീർന്ന യേശു
ആ ഭൂമിയിൽ കഷ്ടങ്ങൾ സഹിക്കുമ്പോൾ അവനെ ബലപ്പെടുത്തുവാൻ ദൈവദൂതനെ ദൈവം ഇറക്കി. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇനി മൂന്നാമത്തത് അതിനേക്കാൾ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാ. വായിച്ചാട്ടെ. പിന്നെ അവൻ പ്രാണവേദനയിലായി. മൂന്നാമത്തത് വീണ്ടും കർത്താവ് ഒന്ന് ബലപ്പെട്ടിട്ട് പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ സ്റ്റേജ് ശ്രദ്ധിക്കണമേ. അതിശ്രദ്ധയോടെ യേശു പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് അവന്റെ, ഞാൻ ഇവിടെ കിടന്ന് എത്ര പ്രസംഗിച്ചാലും വിയർപ്പൊക്കെ ഇങ്ങനെ പോകും. അത് വെള്ളം പോലെ വിയർപ്പ് പോലെ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഏത് കണ്ഠക്ഷോഭം ചെയ്യുന്ന ഉപദേശിയുടെ ആയാലും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ഒരുവന്റെ രക്തം ഒരിക്കൽ വിയർപ്പ് തുള്ളിയായിട്ട് വീണു. അവന്റെ രക്തം ഈ ത്വക്കിനകത്തെ, ഈ സ്കിന്നിന്റെ അകത്തുള്ള ഞരമ്പുകളിലൂടെ, രക്തധമനികളിലൂടെ ഒഴുകുന്ന രക്തം, ഇതൊക്കെ പൊട്ടിച്ചു പുറത്ത്, രക്തം പുറത്ത് വിയർപ്പ് തുള്ളിയായി വീഴണമെങ്കിൽ അവന്റെ ആഗണി എന്ന് ഓർത്ത് നോക്കേ. അവൻ ആഗണൈസ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. കർത്താവ് അവിടെ പ്രാണവേദനയായി. പ്രാണൻ വെടിയുന്ന വേദന, പ്രാണൻ വെടിയുന്ന വേദന വന്നപ്പോൾ രക്തധമനികളിലൂടെ, ത്വക്കിലൂടെ രക്തം പുറത്തേക്കൊഴുകി. എങ്ങനെയാ ഇന്റർസീഡ് ചെയ്യുന്നത്? ഞാൻ അതിലേക്ക് പോകുന്നില്ല. മധ്യസ്ഥ പ്രാർത്ഥന എങ്ങനെയാ ചെയ്യുന്നത്? ഇന്ത്യക്ക് വേണ്ടി കരയുന്ന എങ്ങനെയാ? ഉത്തർപ്രദേശിന് വേണ്ടി, കേരളത്തിന് വേണ്ടി. കർത്താവേ കേരളത്തെ രക്ഷിക്കണേ, കർത്താവേ 14 ജില്ല അനുഗ്രഹിക്കണം. ആമേൻ. പ്രാണവേദനയിലാണ് ഓരോ സംസ്ഥാനത്തെയും. എല്ലാം വിടട്ടെ. ട്രിവാൻഡ്രം പട്ടണത്തിന് വേണ്ടി പ്രാണവേദനയിൽ പ്രാർത്ഥിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം. ഈ ആലയം മുഴുവൻ ദൈവജനത്തെ കൊണ്ട് നിറയണം. ഈ അസ്ഥി താഴ്വരയിൽ, ഈ താഴ്വരയിൽ, ഉയർന്ന താഴ്വരയില്ലയോ? അല്ലയോ? അത് എൻ്റെ കണ്ണിനെല്ലാം കുഴപ്പമുണ്ടോ? ഞാൻ അവിടെ നിങ്ങളോട് വണ്ടി ഓടിച്ച് ഇങ്ങനെ വണ്ടി അപ്പം എങ്ങോട്ടാ വന്നേ? ഇനി ചൂട് താഴ്വര ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നമ്മൾ ഇറച്ചു പണി ഞാൻ, അല്ലയോ? ആമേൻ. അപ്പൊ ഈ താഴ്വരയിൽ, ഈ ഉണങ്ങിയ അസ്ഥി താഴ്വരയിൽ ദൈവത്തിന്റെ സൈന്യം വെളിപ്പെടട്ടെ. ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകട്ടെ, ആത്മപ്രവാഹം ഉണ്ടാകട്ടെ, പ്രവചനം വെളിപ്പെടട്ടെ. അങ്ങോട്ട് പോകുന്നില്ല. എഹെസ്കേൽ 37. പ്രൈസ് ദി ലോർഡ്. പ്രാണവേദനയിലായി. നീ ഒരാൾക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, ഒരു കഷ്ടത അനുഭവിക്കുന്ന വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, ഒരു ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, നിന്റെ വിഷയമായി ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാണവേദനയിൽ മധ്യസ്ഥ ചെയ്യുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേ വ്യക്തമായി ഓർപ്പിക്കുന്നു. പ്രാണവേദനയിലായി. വായിച്ചാട്ടെ സിസ്റ്ററെ. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. എന്റെ പ്രധാന വിഷയം ഇല്ലാത്തതുകൊണ്ടാ. വിശ്വാസികളിൽ ആർക്കെങ്കിലും വിഷാദരോഗം പിടിച്ചെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതിന്റെ ഒറ്റ കാര്യം, നേരെ ചൊവ്വേ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാറില്ല. ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് വിഷാദം പിടിക്കുന്നത്. വിഷാദമേ നമ്മളാനതാ ഗ്ലൂമി സ്റ്റേജിൽ. നിന്റെ വിഷാദം മാറണമെങ്കിൽ മുട്ടുമേലിരിക്കുക. താഴെ ഇരിക്കാൻ വയ്യാങ്കിൽ ആമെ കസരയിരുന്നു, അല്ല ഓടി നടന്നു ഇരുന്നും കൈ ഉയർത്തിയും ആമെ കണ്ണടച്ചോ കണ്ണു തുറന്നോ ഒക്കെ പ്രാർത്ഥിച്ചോ. നീ പ്രാർത്ഥനയിൽ എങ്ങനെ അതിന്റെ ഗസ്റ്റർ എങ്ങനെയാണെന്നുള്ളതല്ല, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, പ്രാർത്ഥനയ്ക്ക് മറുപടിക്കായി ദൈവമുമ്പാകെ ഇടിവിൽ നിൽക്കാൻ തയ്യാറാണെങ്കിൽ സകല കെട്ടും പൊട്ടും. ഹല്ലേലൂയ. കർത്താവ് ഇതെല്ലാം പ്രാണവേദനയും മൂന്നാമത്തെ സ്റ്റേജും കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ആമേനും പറഞ്ഞ് തിരിച്ചു വന്നപ്പം പുള്ളികള്, വിശ്വാസികളെ കൂടെ കൊണ്ടുപോയ ശിഷ്യന്മാര് ആമേ യാമങ്ങൾ കഴിഞ്ഞിട്ട് ഉറക്കം മാറുന്നില്ല. കർത്താവ് പറഞ്ഞു, ഉറങ്ങി ആസ്വദിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ, സമയം പോയി. ഞാൻ 5 മിനിറ്റ് കൊണ്ട് നിർത്താം. ആമേൻ. നാം വായിച്ച വാക്യം പരിശുദ്ധാത്മാവ് വേറെ വഴി കൂടെ കൊണ്ടുപോയതാണ്. ആമേൻ. 8-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നതിന് മുമ്പ് ഞാൻ മലയിൽ കയറിയ കാര്യമാണ്. പക്ഷേ ആ ഗിരിപ്രഭാഷണങ്ങളിൽ, സെർമൺ ഓൺ ദ മൗണ്ടിലെ 5, 6, 7 ഈ 3 അധ്യായങ്ങളിൽ കർത്താവ് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ശൈലിയെ കുറിച്ച് പറഞ്ഞിട്ട് 8-ന്റെ 1, 2 വാക്യങ്ങൾ വായിച്ച് ഞാൻ നാളെ എപ്പോഴെങ്കിലും അടുത്ത ഭാഗങ്ങൾ പറയാം, സമയമില്ലല്ലോ.
സൗമ്യതയുള്ളവർ ഭാഗ്യവാൻ. അല്ലല്ല, 7-ാം അധ്യായം 28-29 ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ, ശ്രദ്ധിക്കണമേ, ഈ 5:6-7 എന്ന കിങ്ഡം റൂൾസ്, ഈ സ്വർഗരാജ്യത്തിന്റെ വചനങ്ങളെ കർത്താവ് പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. മലയിൽ ഇരിക്കുക കർത്താവ്. സെർമൺ ഓൺ ദ മൗണ്ട് എന്ന മലയിൽ നിന്നുള്ള ഗിരിപ്രഭാഷണമാണ്. അവിടെ ഇരുന്ന് അവൻ പറഞ്ഞു തീർന്നപ്പോൾ ഈ ഓടിക്കൂടി അനേക പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും പുരുഷാരം അവന്റെ ഉപദേശത്തിൽ they were astonished. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവന്റെ ഉപദേശത്തിൽ അവരെന്ത് ചെയ്തു? കർത്താവ് ഉപദേശിക്കുകയായിരുന്നു ദൈവമക്കളെ. എന്തെങ്കിലും വിളിച്ചു പറയുകയല്ലായിരുന്നു, അവൻ ഉപദേശിക്കുകയായിരുന്നു. ദൈവാലയത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഉപദേശം പുറപ്പെടട്ടെ. ആമേൻ, ആമേൻ. റോമാലേഖനം മുതൽ അങ്ങ് യാക്കോബ് യൂദായുടെ ലേഖനം വരെയുള്ള ഉപദേശങ്ങളുണ്ടല്ലോ. ഉപദേശങ്ങൾ ആലയത്തിൽ മുഴങ്ങണം. സഭയ്ക്ക് ആവശ്യമുള്ള ഡോക്ട്രിൻസ്, യേശുവിൻ്റെ വാക്കുകൾ, ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. എന്നിട്ട് അവർ പറയാൻ തുടങ്ങി, അവരുടെ ശാസ്ത്രിമാരെ പോലെ. അവിടെ കുറെ ഉപദേശകന്മാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അവിടെ കുറെ പണ്ഡിതന്മാരുണ്ട്, യഹൂദന്മാരുടെ പല വിഭാഗങ്ങളുണ്ട്. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ട് ഒന്ന് യേശു ഉപദേശിക്കുന്നവനായിരുന്നു, 2 അധികാരത്തോടെ സംസാരിക്കുന്നവനായിരുന്നു. ഇതാ നമ്മൾ പിടിച്ചെടുക്കേണ്ടത്, അവന്റെ അധികാരം. അതുകൊണ്ടാണ് യേശു മത്തായി 28 ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗത്തിന് മുമ്പാകെ കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. ദുഷ്ടാത്മാവിന്റെ മേൽ, രോഗത്തിന്റെ മേൽ, എല്ലാ ബന്ധനങ്ങളുടെ മേലും അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. ഇവിടെ അവൻ അധികാരമുള്ളവനായിട്ടാണ് അവരോട്. അപ്പോൾ അധികാരമുള്ളവൻ അധികാരത്തോടെ ഉപദേശിച്ചു. പ്രൈസ് ദി ലോർഡ്. അധികാരത്തോടാണ് കർത്താവ് ഉപദേശിച്ചത്. പക്ഷേ അവന്റെ ഉപദേശത്തിൽ വേറൊരു പ്രത്യേകതയുണ്ട്. അത് മലയാളത്തിൽ എഴുതിക്കുന്ന വാക്ക് ലാവണ്യ വാക്കുകളാണ് അവൻ പ്രസംഗിച്ചത്. ഇത് രണ്ടും കൂടെ എങ്ങനെ അങ്ങോട്ട് യോജിച്ചു പോകുന്നത്? ലൂക്കോസ് 4:22 വായിച്ചാട്ടെ. യേശു നസറേത്തിൽ ചെന്നപ്പോൾ, ദൈവാലയത്തിൽ ചെന്നപ്പോൾ, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. അധികാരത്തോടുള്ള വാക്കുകളും ലാവണ്യ, ഇംഗ്ലീഷ് അതിനെ ഗ്രേഷ്യസ് വേർഡ്സ് എന്നാണ് എഴുതിക്കുന്നത്. ആണോ? ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയേ, കൃപയോടുകൂടിയ വാക്കുകൾ. മലയാളത്തിൽ ലാവണ്യം എന്ന് എഴുതിയിരിക്കുന്നത്. ആമേ, കൃപയാൽ നിറഞ്ഞ വാക്കുകൾ, അധികാരത്തോടുള്ള വാക്കുകളാണ് കർത്താവ് പ്രസംഗിച്ചത്. ഗ്രേഷ്യസ് വേർഡ്സ്. യെസ്, താങ്ക് യു സിസ്റ്ററെ. ഗ്രേഷ്യസ് വേർഡ്സ്. ആമേ, കൃപയോടുകൂടിയ വാക്കുകൾ. അപ്പോൾ ആദ്യം കേട്ടത് അധികാരത്തോടെ, ദ വേർഡ്സ് വിത്ത് അതോറിറ്റി, അതോറിറ്റി ഫ്രം എബവ്, ഉയരത്തിലെ അധികാരത്തോടു കൂടിയ വാക്കുകൾ. ചിലർ അധികാരം എന്ന് പറഞ്ഞ് വെച്ച് കീറും കത്തിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ലാവണ്യ വാക്ക് പറയാം, സ്നേഹത്തോടൊരു വാക്ക് പറയാം, കൃപയോടുകൂടി ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല. അവിടെയാണ് ചില പരാജയങ്ങൾ. ഈ ഉപവാസമൊക്കെ നമ്മൾ ശുദ്ധീകരണ ഘട്ടമാണല്ലോ. അതുകൊണ്ട് ആമേൻ, ലാവണ്യ വാക്കുകൂടൊക്കെ വരണം. ആമേൻ, ഹല്ലേലൂയ. ഞാനത് വിടുന്നു. ഇങ്ങനെ 8:1 നീ വായിച്ചാട്ടെ. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ, വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. മലയിൽ കയറിയപ്പോഴും വലിയ പുരുഷാരം പറഞ്ഞു ചുറ്റും. ഇനി ഇത്രയും 3 അധ്യായത്തിലെ വലിയ ഗിരിപ്രഭാഷണമെല്ലാം കഴിഞ്ഞിട്ട് അധികാരമുള്ള വചനത്തോടു കൂടെ കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഇനിയുള്ള കാര്യമാണ് ഞാൻ പ്രസംഗിക്കാനിരുന്നത്, അത് സമയം പോയി. നാളെ ആയിട്ട്. പ്രൈസ് ദി ലോർഡ്. അധികാരത്തോട് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വിചാരിച്ചു നാളെ എന്തോ പ്രസംഗിക്കുന്നു. ഒത്തിരി ചിന്തകൾ മനസ്സിൽ വന്നു. ഇവിടെ ബാക്കിയാ. അധികാരത്തോടെ അവൻ ഇറങ്ങി വന്നപ്പോൾ ഒരു പുരുഷാരം ഓടിക്കൂടി. വായിച്ചാട്ടെ അടുത്ത 2-ാമത്തെ. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് ഒരു മിനിറ്റ്. അധികാരത്തോടെ കർത്താവ് വലിയ ഇരുന്ന് പ്രസംഗിച്ച് കഴിഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നപ്പോഴേ നമ്മളതൊന്ന് ആസ്വദിച്ചേ വചനം. കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴേ ആദ്യം വരുന്ന ആരാ? ഹലോ, ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിലൊക്കെ കാണുന്ന കുഷ്ഠരോഗി ആരാണ്? എ മാൻ വിത്ത് ലെപ്രസി, കുഷ്ഠരോഗം, ശരീരത്തിൽ കുഷ്ഠം വ്രണം പിടിച്ച ഒരുത്തൻ. മോശയുടെ ന്യായപ്രമാണ നിമിത്തം അവന് ദൈവസന്നിധിയിൽ ചെല്ലാൻ വ്യവസ്ഥയില്ല. പുരോഹിതൻ അവൻ്റെ, ഞാൻ റെഫറൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പറയാൻ സമയമില്ലാതായിപ്പോയല്ലോ. അതെല്ലാം തെളിവ് സഹിതം അവൻ്റെ വടവോ എന്തോ അവൻ്റെ ശരീരത്തിലുള്ള കുഷ്ഠത്തിൻ്റെ വ്രണങ്ങളൊക്കെ കണ്ട് പുരോഹിതൻ അതിനെ ക്ലാരിഫൈ ചെയ്തിട്ട് ക്ലിപ്തപ്പെടുത്തിയിട്ട് പാളയത്തിന് പുറത്ത്, പ്രൈസ് ദി ലോർഡ്,
കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നവരെ ശ്രദ്ധിച്ചാൽ ലോകം തള്ളിയവരാ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നത്. ഇവൻ ഒരു വ്യവസ്ഥയില്ല വരാൻ. ഇവൻ വന്നാൽ കല്ലെറിയാൻ വ്യവസ്ഥയുണ്ട്, പുറത്താക്കി കൊന്നുകളയാൻ വരാൻ വ്യവസ്ഥയേ ഇല്ല. ഒരു കാനൂനും ഒരു നിയമവും ഒരു ലോയും അനുവദിക്കുന്നില്ല യഹൂദന്മാരുടെ. പക്ഷെ ഇവൻ എങ്ങനെ വന്നെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തയ്ക്കായിട്ട് വിട്ടു തരുന്നു. ഒത്തിരി പുരുഷന്മാരുണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശുവിന്റെ അടുക്കലേക്ക് വന്നു. വായിച്ചാട്ടെ, അവൻ യേശുവിന്റെ അടുക്കൽ വന്നു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. അടുത്ത് വരാൻ, പുരോഹിതന്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. യേശുവിന്റെ അടുക്ക വന്നിട്ട് ഒരൊറ്റ ചോദ്യം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. വലിയ കാര്യമൊന്നുമില്ല, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. കാരണം നിയമം അനുവദിക്കുന്നില്ല. ചാവേണ്ടവനാ, കൊല്ലപ്പെടേണ്ടവനാ, പുറത്ത് തള്ളപ്പെട്ടവനാ. തമ്പുരാനെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാം. കർത്താവിന് അതങ്ങ് ബോധിച്ചു, കർത്താവിന് അതങ്ങ് ഇഷ്ടപ്പെട്ടു. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. വായിച്ചാട്ടെ, അവൻ കൈ നീട്ടി അവനെ തൊട്ടു. കൈ നീട്ടി അവനെ തൊട്ടു. ഇന്ന് രാത്രി കൈ നീട്ടുന്ന യേശുവിനെ, കരങ്ങൾ ചലിപ്പിക്കുന്ന യേശുവിനെ അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്. ഇവിടെ നിന്നായിരുന്നു എനിക്ക് ചില രോഗവിഷയങ്ങൾ, രോഗത്തിന്റെ ശാന്തിക്ക് വേണ്ടി ചില വിടുതലിന്റെ ശുശ്രൂഷകൾ ചെയ്യേണ്ട. ദൈവം ചോദിച്ചാൽ നാളെ ആകട്ടെ. കൈ നീട്ടി തൊടുന്ന യേശു, കൈ നീട്ടി തൊടുന്ന യേശു. എന്നിട്ട് അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട് കുഞ്ഞെ, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. മതി, എനിക്ക് മനസ്സുണ്ട്. കൈ തൊടാൻ പറ്റത്തില്ല, അടുത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ കമ്പാഷനേറ്റ് ഗോഡ്, ദയാലുവായ കർത്താവ്, ഗ്രേഷ്യസ് ഗോഡ്, കരുണാമയനായ കർത്താവ് പറയുക, കുഞ്ഞെ, എനിക്ക് നിന്നോട് മനസ്സുണ്ട്. 3,40,50,00,000 കേരളക്കരയിലെ കേരള ജനതയ്ക്ക് നിന്നോട് മനസ്സില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് നിന്നോട് മനസ്സുണ്ടായാൽ നീ ജയിച്ചവളാണ്, നീ ജയിച്ചവനാണ്. കർത്താവ് പറയാ, എനിക്ക് നിന്നോട് മനസ്സുണ്ട് കുഞ്ഞെ, നീ സൗഖ്യമാകാം. 14-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ വിരാമം വിടുന്നു. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. ഇവിടെ കുഷ്ഠരോഗിയെ കൈ നീട്ടി തൊട്ടു. ഇവിടെ പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് ജ്വരം പിടിച്ച് വീട്ടിൽ കിടക്കുകയാ. യേശു അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട്, മരുമോനാണ് ശുശ്രൂഷകൻ, അമ്മായിമ്മ രോഗം പിടിച്ച് കിടക്കുകയാ. ആ വീട്ടിലേക്ക് ചെന്നിട്ട് അവളുടെ കൈ തൊട്ടു. ഇത് നാളത്തേക്ക് ഞാൻ മാറ്റി വെക്കുന്നു. കൈ തൊട്ടു, കൈ തൊട്ടു. പാസ്റ്റർമാരുടെ അല്ല, പ്രവാചകന്മാരുടെ അല്ല, രോഗശാന്തി വരപ്രാപ്തന്മാരുടെ അല്ല, യേശുവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ നമ്മളെ തൊടട്ടെ. ഇന്ന് രാത്രി കർത്താവിൻ്റെ കരം നമ്മളെ സ്പർശിക്കട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. അവൻ്റെ കരം തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാക എന്ന് പറഞ്ഞു. ആ വൃദ്ധയായ സ്ത്രീ ആയിരിക്കാം, ആ അമ്മ എഴുന്നേറ്റു, അവരെ ശുശ്രൂഷിച്ചു. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടയുമ്പോൾ ഞാൻ മൈക്ക് കൈമാറുന്നതിന് മുമ്പ് ദൈവം ഭാഗതമേ ഏൽപ്പിച്ചു കൊടുക്കാം. മനസ്സലിവുള്ള മഹാദൈവം ഇന്ന് രാത്രി ഇവിടെ ആഗതനായിട്ടുണ്ട്. മനസ്സലിയുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ നിന്റെ വ്യാധികളെ എടുക്കുവാൻ, നിന്റെ രോഗങ്ങളെ ചുമക്കുവാൻ കഴിവുള്ളവൻ പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകാം. ദൈവം ഭാഗം ഏൽപ്പിച്ചു കൊടുക്കാം. എനിക്ക് മനസ്സുണ്ട്. ഇന്ന് കർത്താവിന്റെ കരം നീളു. എല്ലാ കണ്ണുകൾ പടയട്ടെ. യേശുവിന്റെ നീട്ടപ്പെട്ട ആണി അടിക്കപ്പെട്ട കരം നിന്റെ തലമേൽ വെക്കുകയാണ്. ആണി അടിക്കപ്പെട്ട കരം നിന്റെ വേദനയുള്ള ഭാഗത്തേക്ക് തൊടുകയാണ്. നീ എവിടെയാണോ ഫിസിക്കലായിട്ട് ക്ലേശം അനുഭവിക്കുന്നത്, ഹൃദയത്തിൽ വേദനപ്പെടുന്നെങ്കിൽ അവിടേക്ക്, ശരീരത്തിൽ ഏത് ഭാഗത്താണോ അവിടേക്ക് യേശുവിന്റെ ദിവ്യകരം, ആണിയേറ്റ പാണികളാൽ അവൻ നിന്നെ തൊടുകയാണ്. ആണിയേറ്റ കരങ്ങളാൽ അവൻ നിന്നെ സ്പർശിക്കുകയാണ്. നിന്റെ വ്യാധികളെ അവൻ എടുത്തു മാറ്റുകയാണ്. ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദൈവത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. ദൈവം മുമ്പാകെ എല്ലാവരും പ്രാർത്ഥനാ നിരതരായിരിക്കുമ്പോൾ നിങ്ങളുടെ വേദനയുള്ള ഭാഗത്തേക്ക്, നിങ്ങളുടെ രോഗവിഷയങ്ങളിലേക്ക്, കാലുകൾ, ദൈവാത്മാവിനോട് പറയുന്നത്, സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ അധിക പ്രസംഗത്തിന് പോകുന്നില്ല. ഇടത്തെ കാലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്ന നാഡീ ഞരമ്പുകളിൽ, ലെഫ്റ്റ് കാലുകളിൽ വേദനയാൽ ഭാരപ്പെടുത്തുന്ന വ്യക്തികളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഇപ്പോൾ രോഗവിഷയം വെളിപ്പെടുകയാണ്. കർത്താവിന്റെ കരം നിന്നെ തൊടുകയാണ്. The healing power of Jesus, യഹോവ റാഫ, ഇതിനകത്ത് നടുകയും കുറുകയും സഞ്ചരിക്കുകയാണ്. നിന്റെ ശരീരത്തെ തൊടുകയാണ്.
നെഞ്ചിനോട് ഭാരപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിന് വിലങ്ങുണ്ടായി, ചിലപ്പോൾ അസിഡിറ്റിയാണ് അല്ലെങ്കിൽ ഇന്ന വിഷയമാണൊക്കെ പറഞ്ഞ് ഭാരപ്പെടുന്ന, ചങ്കിന് നേരെ വന്നിരിക്കുന്ന ആ രോഗവിഷയത്തെ ഓപ്പറേഷൻ വിധേയമാക്കുമെന്ന് ശത്രു വാദിക്കുന്ന ആ രോഗത്തെ കർത്താവ് തൊടുകയാ. ആ ഹാർട്ട് സംബന്ധമായ വിഷയങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹൃദയ സംബന്ധമായ, വാൽവ് സംബന്ധമായ, ഹൃദയ സംബന്ധമായ രോഗബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ. നെഞ്ചരിച്ചിലുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ദൈവാത്മ വെളിപ്പെടുത്തുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നെഞ്ചരിച്ചിലുകൾ, വിമ്മിഷ്ടങ്ങൾ, നെഞ്ചരിച്ചിലുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. Be healed in the name of Jesus. കർത്താവിന്റെ കരം വെളിപ്പെടട്ടെ. നിങ്ങളുടെ അടുക്കലേക്ക് വരുന്ന പ്രിയന്റെ കരം അതിനെ തൊടുകയാണ്, അതിനെ സ്പർശിക്കുകയാണ്. അത് രോഗശാന്തിയായി വെളിപ്പെടുകയാണ്, ആശ്വാസമായി പകരുകയാണ്. കർത്താവ് പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകാം. വർഷങ്ങളായി നേറുന്ന ചില രോഗവിഷയങ്ങളുടെ മേൽ ഇന്ന് ഇടത്തെ കാലത്ത് ശക്തമായി ദൈവാത്മാവിനെ വെളിപ്പെടുത്തുന്നു. രോഗശാന്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുകയാണ്. എനിക്ക് മനസ്സുണ്ട് കുഞ്ഞേ, നീ സൗഖ്യമാകാ. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ. അവൻ കരം തൊടുകയാണ്. ഈ വല്ലഭന്റെ, ഈ സർവശക്തന്റെ ആണിപ്പോഴുള്ള കരങ്ങൾ ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞ് ആ രോഗശമനം ഏറ്റെടുത്ത് ആ വ്യാധികളെ എടുത്തു മാറ്റുന്ന ദൈവത്തിന്റെ ദിവ്യശക്തി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ദൈവസ്ഥലായിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.